ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി കഴിക്കാനായിട്ട്. സൂപ്പറാണ്, വേറെ ഒന്നും വേണ്ടി വരില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, കാരണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്തൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം നമ്മളിതൊരു ഫ്രൈ ആയിട്ടല്ലേ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു 10-12 വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് വെളുത്തുള്ളി ഉള്ളതാണ് നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി, ഒത്തിരി അങ്ങ് കളറ് മാറ്റിയെടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കാരണം വെളുത്തുള്ളീൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി, വേറെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് റെഡിയായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒത്തിരി വലുപ്പമുള്ള ഉരുളക്കിഴങ്ങല്ല, മീഡിയം സൈസുള്ള 3 എണ്ണമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാ മുളകാണെങ്കിൽ ഇത്രയും എടുക്കരുത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ സവാളയും കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. 3 ഉരുളക്കിഴങ്ങിന് 1 സവാള മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ഒരു 10-12 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ഒട്ടി പിടിക്കില്ല. പക്ഷേ സാധാ പാനൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആദ്യമേ ഇടുന്നതിനേക്കാളും നല്ലത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് മസാലയൊക്കെ നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. മുഴുവനായിട്ടും ആയിട്ടില്ല, ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോരുത് കേട്ടോ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 വേവാകുമ്പോൾ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനി തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തും കിട്ടും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരുപാട് നേരമൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഗരം മസാല ഒന്ന് പിടിക്കാനായിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഗരം മസാല ചേർക്കാൻ നോക്കുക. അപ്പോഴാണ് കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് 2 പച്ചമുളക്. എന്നുവെച്ചാൽ ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, റോ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ ഈ പച്ചമുളക് ചേർക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.